രാജ്യാന്തര ബന്ധങ്ങൾ കണ്ടെത്തിയ അവയവ കച്ചവട കേസിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ആശുപത്രികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം. സംസ്ഥാനത്തെ ആശുപത്രികളിലാണ് അവയവദാതാക്കളെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നത്. മനുഷ്യക്കടത്താണെന്ന് അറിഞ്ഞായിരുന്നു ഈ ആശുപത്രികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കൈമാറിയതെന്നാണ് പോലീസും വിവിധ കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുന്നത്. രാജ്യാന്തര അവയവക്കടത്ത് മാഫിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച് കോടികൾ കൈക്കലാക്കുന്ന ചെറുകിട ഇടത്തരം ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ മുഖ്യകണ്ണി സാബിത്ത് അറസ്റ്റിലായതോടെയാണ് ഈ സംഘങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്തി നൽകിയ ചില ആശുപത്രികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഉത്തര കേരളത്തിലെ ഏതാനും ക്ലിനിക്കുകളിൽ നിന്നാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അധികവും തരപ്പെടുത്തിയിരിക്കുന്നത്. ദാതാവ് അവയവദാനത്തിന് പ്രാപ്തമായ ആരോഗ്യസ്ഥിതിയുള്ളയാളാണെന്നും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പരിശോധിച്ചു നൽകുന്നതാണ് അവയവദാനത്തിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇത്തരക്കാർക്ക് ഒത്താശ ചെയ്യുന്ന ക്ലിനിക്കുകളിലെ ഡോക്ടർമാർക്ക് വൻതുക പ്രതിഫലം വാഗ്ദാനം ചെയ്ത് പ്രഹസനമായൊരു ആരോഗ്യ പരിശോധന നടത്തി റിപ്പോർട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. നിയമവിരുദ്ധമായുള്ള അവയവ കച്ചവടത്തിൽ ദാതാക്കൾക്കും ഏജന്റുമാർക്കുമെല്ലാം ലക്ഷങ്ങളാണ് ലഭിക്കുക. തൃശൂർ സ്വദേശിയായ സാബിത്ത് 2019 മുതൽ അവയവക്കടത്തിന്റെ ഭാഗമായിട്ടുണ്ട്. 13 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച സാബിത്തിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ അവയവക്കടത്തിന് ഒത്താശ ചെയ്ത ആശുപത്രികളെ കുറിച്ചുള്ള വിവരങ്ങളിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. വിദേശത്തെത്തിച്ച് അവയവ വിൽപ്പന നടത്താനാണ് ദാതാവിനെ പരിശോധനയ്ക്ക് എത്തിച്ചതെന്ന് ഡോക്ടർമാർ അറിഞ്ഞിരുന്നോ എന്നും കണ്ടെത്തണം. രാജ്യാന്തര ബന്ധങ്ങളുള്ള കേസായതിനാൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളും സാബിത്തിന്റെ മൊഴിയെടുക്കും. ജനം, കൊച്ചി.